ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. ഇന്ന് നമുക്ക് CBSE 7th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല എന്നാണെങ്കിൽ വീഡിയോ ഓൾറെഡി ഉണ്ട് കേട്ടോ, അത് കണ്ടിട്ട് വേണം ഈ സെക്കൻഡ് പാർട്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത് ഒരു സ്റ്റോറിയിലൂടെയാണ്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഹൗ ദ ഹിമാലയാസ് വെയർ ഫോംഡ്, ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഹിമാലയ എങ്ങനെയാണ് ഉണ്ടായത്, അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നല്ല ഒരു അടിപൊളി സ്റ്റോറിയാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല, അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് നമുക്ക് ഒരു തോട്ട് വരും നമ്മുടെ മൈൻഡിലേക്ക്. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് ഇത്. ഇതെനിക്ക് ആരാ പറഞ്ഞു തരുന്നതെന്ന് അറിയോ? എൻ്റെ ബ്രദറാണ് ഇതെനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഞങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഞാനും അവനും തമ്മിൽ. അപ്പോൾ അവൻ ഇതെനിക്കൊരു പറഞ്ഞു തരുമ്പോഴത്തേ മേ ബി ഞാൻ കോളേജിൽ മറ്റോ ആയിട്ടുണ്ടായിരുന്നായിരിക്കാം. അപ്പം അത്ര ഏജ് ഗ്യാപ്പില്ല. എന്തായാലും അവനത് മനസ്സിലാക്കി പറയണമെങ്കിൽ ഒരു 5th-ലോ 6th-ലോ എങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം ആ ക്ലാസ്സുകളിലെങ്കിലും അവൻ എത്തണ്ടേ. അപ്പം ഞാൻ എന്തായാലും ഒബ്വിയസ്ലി കോളേജിൽ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവനെനിക്കിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവനിത് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ആദ്യം വിശ്വസിച്ചില്ല കേട്ടോ. അപ്പം പറഞ്ഞ ഇതാണ്, കുഞ്ഞി, ഈ ഇന്ത്യ ഉണ്ടല്ലോ, ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കയോട് ചേർന്ന് കിടന്ന ഒരു രാജ്യമായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് മുന്നേ ആ ലാൻഡ് ബ്രേക്ക് ആവുകയും അങ്ങനെ ഇന്ന് ഈ കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന ലാൻഡ് മാസ് ഒഴുകി വന്ന് ഇപ്പോൾ ഈ കാണുന്ന പ്ലേസിലേക്ക് ഇടിച്ചു കയറി ഈ ഏഷ്യൻ കോണ്ടിനെൻറ്റുമായിട്ട് യോജിച്ച് ഇപ്പോൾ അത് ഏഷ്യയുടെ ഒരു പാർട്ടായിട്ട് മാറിയത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറി ആരേലും പറഞ്ഞാന്ന് നമ്മൾ വിശ്വസിക്കുമോ അല്ലേ? ഇന്ത്യ പണ്ട് ഒഴുകി വന്നതാണെന്ന്. അപ്പോൾ ഞാൻ ആദ്യം അത് വിശ്വസിച്ചില്ല. ഞാനാണെങ്കിൽ എന്തുവാടാ നീ പറയണേ, ഇന്ത്യ ഒഴുകി വന്നതാണോ, അതെങ്ങനെയാണ് സംഭവിക്കും, അങ്ങനെയൊക്കെയാണ് ഞാനും ചോദിച്ചത്. പിന്നീട് നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരുന്ന ഏതോ ഒരു ജോഗ്രഫിയുടെ ടെക്സ്റ്റിലോ ഹിസ്റ്ററിയുടെ ടെക്സ്റ്റിലോ എന്തിലോ ആയിരുന്നു, എനിക്ക് അറിഞ്ഞൂടാ, അതെനിക്ക് ഓർമ്മയില്ല. അവൻ എന്നെ എടുത്തുകൊണ്ട് വന്ന് കാണിച്ചു, ഇത് കണ്ടോ കുഞ്ഞി, നമ്മൾ ഓൾറെഡി കുഞ്ഞി ഇത് നേരത്തെ പഠിച്ചിട്ടുള്ള ചെറിയൊരു ബോക്സിൽ ഒരു അമേസിങ് ഫാക്റ്റ് എന്ന് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് എന്തോ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ, അല്ലാണ്ട് സ്റ്റോറി മൊത്തം ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇന്ത്യ പണ്ടിങ്ങനെ ഈ ആഫ്രിക്കേൻ്റെ ഒരു പാർട്ടായിരുന്നു, അങ്ങനെ എന്തോ ഒരൊറ്റ ലൈൻ എങ്ങാണ്ടായിരുന്നു അതിലുള്ളത്. അപ്പോൾ എന്തായാലും ഒബ്വിയസ്ലി അത് പഠിക്കാനായിട്ടോ വായിക്കാനായിട്ടോ ഒന്നും നമ്മൾ നിൽക്കത്തില്ലല്ലോ. അപ്പോൾ അവൻ എന്നെ അത് കാണിച്ചു തന്നു. അന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഓ ശരിയാണല്ലോ, ഇവൻ പറഞ്ഞത് കാര്യമാണല്ലോ, ഇന്ത്യ പണ്ട് ഇവിടെങ്ങും അല്ലായിരുന്നു, ഏഷ്യയുടെ ഒരു ഭാഗമേ ആയിരുന്നില്ല, അതിങ്ങനെ ഒഴുകി വന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ സ്റ്റോറി നമ്മുടെ NCERTയുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വന്നപ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഓർത്തത് അനിയനെ തന്നെയാണ് കേട്ടോ. അവൻ പറഞ്ഞ കാര്യം ഇന്നിപ്പം കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വന്നിട്ടുണ്ടല്ലോ. അവൻ ആ ഒരൊറ്റ ലൈൻ വെച്ച് ഗൂഗിളൊക്കെ ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് എനിക്ക് ആ ഒരു കഥ വന്ന് പറഞ്ഞു തന്നത് കേട്ടോ. പക്ഷെ ഞാനത് ആദ്യം വിശ്വസിച്ചില്ലായിരുന്നു. അപ്പോൾ കഥ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഓൾമോസ്റ്റ് ഒരു 600 മില്യൺ ഇയേഴ്സിന് മുന്നേ ഇന്ന് ഈ കാണുന്ന പോലെ ആയിരുന്നില്ല. ഈ എല്ലാ കോണ്ടിനെൻസിൻ്റെയും ഒരു 2/3 പോർഷനും ഗോണ്ട്വാന എന്ന് പറയുന്ന ഒരു വലിയൊരു ലാൻഡ് മാസിലായിരുന്നു. അതായത് മൊത്തം കോണ്ടിനെൻസിൻ്റെ, ഇന്നത്തെ കോണ്ടിനെൻസാണ് പറയുന്നത് കേട്ടോ, അതിൽ മൊത്തം കോണ്ടിനെൻസിൻ്റെ 2/3 പോർഷനും ഗോണ്ട്വാന. ഇന്ന് ഗോണ്ട്വാന എന്ന് വിളിക്കുന്നെങ്കിലും പണ്ട് അതിനെ ഗോണ്ട്വാന ലാൻഡ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ലാൻഡ് മാസ് ആയിരുന്നു. ഒരുപാട് പ്രദേശങ്ങൾ ആ ഗോണ്ട്വാന ലാൻഡിൻ്റെ പാർട്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയ ഒരു ലാൻഡ് മാസിൻ്റെ ഭാഗമായിരുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. മറ്റു പ്രദേശങ്ങൾ ഏതാണെന്ന് കേട്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. കാരണം സൗത്ത് അമേരിക്കയുണ്ട്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, അറേബ്യ, പിന്നെ മഡഗാസ്കർ, ആഫ്രിക്ക, ഇതെല്ലാം ഈ ഗോണ്ട്വാന ലാൻഡിൽ തന്നെ ആയിരുന്നു പണ്ട്. പിന്നീട് ഒരു 180 മില്യൺ ഇയേഴ്സിന് മുന്നേ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ ഗോണ്ട്വാന ലാൻഡ് ബ്രേക്ക് ചെയ്ത് പല പല പീസസ് ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഇന്ത്യയുടെ ഈ ലാൻഡ് മാസ്, ഇന്ത്യ എന്താ ഫുള്ളാ ഇന്ത്യയുടെ ഷേപ്പില്ല, നോർത്തേൺ പോർഷനൊന്നും അതേപോലെ ഇല്ല. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഇന്ത്യാസ് ജേർണി ടു യുറേസിയ എന്ന് പറയുന്ന ആ ഒരു പിക്ചറിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നോർത്തേൺ പോർഷനൊന്നും അതേപോലെ ഇല്ല, പക്ഷേ സദേൺ പോർഷൻ, പിന്നെ ഇന്ത്യ പോകുന്നപ്പോൾ ശ്രീലങ്കേനെയും കൂടെ കൊണ്ടുപോകുന്നു കേട്ടോ. ശ്രീലങ്കേനെ അവിടെ കളഞ്ഞിട്ടൊന്നും പോന്നിട്ടില്ല, ശ്രീലങ്കേനെയും കൊണ്ടാണ് ഇന്ത്യ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഇന്ത്യൻ ലാൻഡ് മാസേ ഓൾമോസ്റ്റ് ആ ഒരു സിമിലാരിറ്റി ഉണ്ട്. നോർത്തേൺ പോർഷനിലാണ്, അല്ലാണ്ട് വെസ്റ്റ് ഈസ്റ്റ് സൗത്തും ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. പണ്ട് ഉണ്ടായിരുന്ന അതേ ലാൻഡ്, അതായത് ആ ഫ്ലോട്ട് ചെയ്ത് വന്ന ലാൻഡ് അതേപോലെ ഉണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ
ഇതിങ്ങനെ ബ്രേക്ക് ആകുന്നു. ബ്രേക്ക് ആയതിനു ശേഷം ഈ ഇന്ത്യൻ ലാൻഡ് മാസ് മാത്രം നോർത്തിലേക്ക് മൂവായി വന്ന് യുറേഷ്യയിലേക്ക് കൊളൈഡ് ചെയ്യുകയാണ്. യുറേഷ്യ എന്ന് പറഞ്ഞാൽ യൂറോപ്പും ഏഷ്യയും കൂടെ ചേർന്ന് ആ ഒരു കോണ്ടിനെൻറ്റിനെ പറയുന്ന കേട്ടോ യുറേഷ്യ. യുറേഷ്യയിലേക്ക് കൊളൈഡ് ചെയ്യുന്നു. ഇതാണ് സ്റ്റോറി. അപ്പം 180 മില്യന് മുന്നേ ഇത് സ്പ്ലിറ്റ് ആവുന്നു. സ്പ്ലിറ്റ് ആയതിനു ശേഷം ഇന്ത്യ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഈ ഒരു പോർഷനിലേക്ക് എത്താനായിട്ട് കുറേ മില്യൺ ഇയേഴ്സ് വീണ്ടും എടുത്തു. അങ്ങനെ ഒരു 50 മില്യൺ ഇയേഴ്സിന് മുന്നെയാണ് നമ്മുടെ ആ പടത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് 71 മില്യൺ ഇയേഴ്സ് എഗോ ഇന്ത്യ എവിടെയാണ്, അടുത്ത 55 മില്യൺ ഇയേഴ്സ് എഗോ ഇന്ത്യ എവിടെയാണ്, 38 മില്യൺ ഇയേഴ്സ് എഗോ, 10 മില്യൺ ഇയേഴ്സ് എഗോ, അങ്ങനെ ഓരോ ടൈം പീരീഡിലും ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ആ ഒരു പടത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അത് ഇന്ത്യൻ ലാൻഡ് മാസ് ഇങ്ങനെ വരികയും വന്ന് യുറേഷ്യയുമായിട്ട് കൊളൈഡ് ചെയ്യുകയും ചെയ്തു. യുറേഷ്യയുമായിട്ട് കൊളൈഡ് ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്? ഇനിയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യത്തിലേക്ക് വരുന്നത്. ഹിമാലയ എങ്ങനെ ഫോം ചെയ്തു എന്നാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വന്ന് കൊളൈഡ് ചെയ്തപ്പോഴത്തേക്കിന് നമ്മളൊരു കാർപ്പറ്റില്ലേ, ഒരു കാർപ്പറ്റ് ഇങ്ങനെ ചുരുങ്ങിപ്പോത്തില്ലേ നമ്മൾ കുറച്ച് ഫോഴ്സ് അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോഴേ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതാണെന്ന് വിചാരിക്കും, ഇങ്ങനൊരു ലാൻഡ് മാസ് ആയിരുന്നു. അപ്പോൾ ഇതാണ് യുറേഷ്യ അല്ലെങ്കിൽ ഏഷ്യൻ കോണ്ടിനെൻ്റ്. നമ്മുടെ ഇന്ത്യ വന്ന് ഇവിടേക്ക് കൊളൈഡ് ചെയ്തപ്പോഴത്തേക്കിന് പെട്ടെന്ന് ഇങ്ങനൊരു ഫോൾഡിങ്സ് ഉണ്ടായി. കണ്ടോ, ഒരു ചെറിയൊരു ഹൈറ്റിലുള്ള ഒരു ഫോൾഡിങ്സ് വരികയാണ്. അപ്പോൾ ഈ ഫോൾഡിങ്സ് ആണ് സത്യം പറഞ്ഞാൽ ഹിമാലയമായിട്ട് മാറിയ എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു കാർപ്പറ്റ് റിങ്കിൾ ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പം ഞാനിങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കിന് ഈ പേപ്പർ ഒന്നും റിങ്കിൾ ആയില്ലേ. അപ്പോൾ അങ്ങനെ ഇന്ത്യ വന്ന് ഏഷ്യയിലേക്ക് കൊളൈഡായ സമയത്ത് ആ ഒരു ഫോഴ്സ് കാരണം അവിടെ കുറച്ച് ഫോൾഡിങ്സ് ഉണ്ടാവുകയും അവിടുത്തെ ആ ഒരു ലാൻഡ് മാസ് ഇങ്ങനെ ഹൈറ്റ് കൂടി വരികയും ചെയ്തു. അതാണ് ഇന്നീ കാണുന്ന ഹിമാലയ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉള്ള സ്റ്റോറി തന്നെയാണ് കേട്ടോ. ഞാനും ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, അങ്ങനെ കൂടുതലായിട്ട് ഗോണ്ട്വാന ലാൻഡിനെ കുറിച്ചും അവൻ പറഞ്ഞു തന്നപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ഞാനും ഇങ്ങനെ സെർച്ച് ചെയ്താണ് ഞാനും പഠിക്കുന്നത്. അങ്ങനെ ഗോണ്ട്വാന ലാൻഡിനെ കുറിച്ചും നമ്മുടെ നെയ്ബറിങ് കൺട്രി അന്ന് ആഫ്രിക്കയായിരുന്നു കേട്ടോ. ഈ ഇന്ത്യൻ ലാൻഡ് മാസ്, ഇന്നീ കാണുന്ന ഇന്ത്യൻ ലാൻഡ് മാസിനോട് ചേർന്ന് കിടന്നിരുന്ന പ്രദേശം എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. അപ്പോൾ ആഫ്രിക്ക ഇങ്ങനെ നെയ്ബറിങ് കൺട്രി ആയിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഹിമാലയാസ് ഫോം ചെയ്ത് എങ്ങനെയാണ്, അപ്പോൾ ഹിമാലയ എങ്ങനെ ഫോം ചെയ്തു എന്നുള്ള സ്റ്റോറിയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരുന്നത്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആദ്യം ഒന്നും കേൾക്കുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ പിന്നീട് കുറേ റിസർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ശരിയാണല്ലോ, ആ ആൾ പറഞ്ഞാൽ കറക്റ്റ് ആണല്ലോ എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് അത്. പിന്നെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യ വീണ്ടും ഈ ഏഷ്യൻ കോണ്ടിനെൻറ്റിലേക്ക് പുഷ് ചെയ്യുന്നുണ്ടെന്നും, അപ്പോൾ അങ്ങനെ ഹിമാലയൻ്റെ ഹൈറ്റ് ഇത്തിരി വീതം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 5 സെൻറ്റിമീറ്റർ വീതം ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ടെന്നും, ഒരു മില്ലേനിയം, അതായത് ഒരു 1000 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഒരു 5 മില്ലിമീറ്ററോളം ഹിമാലയാസിൻ്റെ ഹൈറ്റ് കൂടും എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം ഇന്ത്യ ഇപ്പം വീണ്ടും ഇങ്ങനെ ആ ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് കാരണം ഹിമാലയാസിൻ്റെ ഹൈറ്റ് കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നല്ല രസമാണ് ഈ ഹിസ്റ്ററി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് അല്ലേ. ആഫ്രിക്ക നമ്മുടെ നെയ്ബറിങ് കൺട്രിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല, പക്ഷേ സത്യമാണ് കേട്ടോ. ഇതേപോലെ തന്നെ വേറൊരു കാര്യം ഞാനിപ്പോൾ കേട്ടത് എന്താണെന്ന് വെച്ചാൽ, ആഫ്രിക്കേൻ്റെ ഒരു പോർഷൻ ഇതേപോലെ സ്പ്ലിറ്റ് ആവുന്നതും ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കിന്, ഇപ്പം ഇന്നോ നാളെയോ ഒന്നും അല്ല കേട്ടോ, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കിന് അത് വീണ്ടും ഇതേപോലെ തന്നെ ഫ്ലോട്ട് ചെയ്ത് വന്ന് ഇന്ത്യയുമായിട്ട് കൂടി ചേരുമെന്നൊരു സ്റ്റോറി ഞാനത് കേൾക്കാറുണ്ട് കേട്ടോ. അത് എത്രമാത്രം സത്യമാണെന്ന് ചോദിച്ചാൽ ഞാൻ അത് അന്വേഷിച്ച് പോയിട്ടില്ല. ഒരു കാര്യം അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ക്ഷീണം എനിക്കിതുവരെ മാറിയിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു പുതിയൊരു ഫാക്റ്റും കൂടെ വരുന്നുണ്ട്. മേ ബി അതും ചിലപ്പോൾ ഇതേപോലെ സത്യമായിരിക്കാം. നമുക്ക് ആദ്യം കേൾക്കുമ്പം ഉള്ള ആ ഒരു വിശ്വാസക്കുറവായിരിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ നടക്കും. ഒരു കുറേ വർഷങ്ങൾ, ഒരു 1000 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു കാര്യം കൂടെ നടക്കുമെന്നാണ് ഞാൻ കേട്ടത്. ഇനി അടുത്തത് ഡോണ്ട് മിസ് ഔട്ടിൽ പറയുന്നത് ഹിമാലയ എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ മീനിങ് ആണ്. ഹിമാലയ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ 2 സംസ്കൃത വേർഡ്സ് കൂടിച്ചേർന്നുണ്ടായ ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു പേരാണ് ഹിമാലയ എന്ന് പറയുന്നത്. ആലയ, ഹിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഞ്ഞാണ് അല്ലേ, സ്നോയാണ് ഹിമ എന്ന് പറയുന്നത്. അപ്പോൾ ഹിമയുടെ മീനിങ് സ്നോ എന്നാണ്. പിന്നെ ആലയം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ,
ഹൗസ് അല്ലേ, ഹോം എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അപ്പം അബോർഡ് ഓഫ് സ്നോ, അതായത് മഞ്ഞിൻ്റെ വീട് അല്ലെങ്കിൽ മഞ്ഞിൻ്റെ വാസസ്ഥലം, അതാണ് ഈ ഹിമാലയ എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ മീനിങ് വരുന്നത്. ഇനി അടുത്ത പേജിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയയുടെ ഒരു 3 ഡിവിഷൻസ് ആണ്, അല്ലെങ്കിൽ ഒരു 3 മെയിൻ റേഞ്ചസ് ഓഫ് ഹിമാലയ. അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, അങ്ങനെ 3 പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് റേഞ്ചിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ദി ഗ്രേറ്റർ ഹിമാലയാസ് അല്ലെങ്കിൽ ഹിമാദ്രി എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ഹിമാദ്രി എന്നൊക്കെയുള്ള പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹിമാദ്രി അല്ലെങ്കിൽ ദി ഗ്രേറ്റർ ഹിമാലയാസ് എന്നാണ് ഈ ഒരു റേഞ്ചിനെ പറയുന്നത്. ഇതാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ റേഞ്ച്, നല്ല ഹയസ്റ്റ് ആയിട്ടുള്ള റേഞ്ച് പറയുന്നത് ഹിമാദ്രിയാണ്. അതേപോലെ തന്നെ നല്ല റഗ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പോഗ്രഫിയാണ് ഇവിടെ വരുന്നത്. റഗ്ഡ് എന്ന് പറഞ്ഞാൽ നല്ല പരുക്കനായിട്ടുള്ള ടോപ്പോഗ്രഫി, അതായത് ഫ്ലാറ്റ് ഒന്നുമല്ല, നല്ല പരുക്കനായിട്ട് റോക്കി ആയിട്ടുള്ള ഒരു ഏരിയ, അതാണ് ഈ ഹിമാദ്രി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ടവറിങ് പീക്സ് ഒക്കെ, അതായത് നല്ല ഹൈറ്റ് കൂടിയിട്ടുള്ള 8000 മീറ്ററിനൊക്കെ മുകളിൽ ഹൈറ്റ് വരുന്ന പീക്സ് ഒക്കെ ഈ ഒരു പ്രദേശത്താണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് മൗണ്ട് എവറസ്റ്റും കാഞ്ചൻജംഗയൊക്കെ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതല്ലേ. മൗണ്ട് എവറസ്റ്റിനെ കുറിച്ച് കേൾക്കാത്ത ആരെയിലുണ്ടോ? ഹൈറ്റ് കൂടിയ പീക്കാണ്. അപ്പോൾ ഈ ഹയസ്റ്റ് പീക്സും ഈ ഒരു റേഞ്ചിലാണ്, ഹിമാദ്രി റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഈ റീജിയൻ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഇയർ സ്നോ കവേർഡാണ്. എന്ന് പറഞ്ഞാൽ വർഷം മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു റേഞ്ചാണ് ഈ ഹിമാദ്രി. അപ്പോൾ ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ടഫാണ് അല്ലേ, ഇത്രയും മഞ്ഞ് മൂടിക്കിടക്കുക. അപ്പോൾ അത്രയധികം തണുപ്പുള്ള ഈ ഒരു പ്രദേശത്ത് ജീവിക്കുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ആളുകൾ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ അധികം ആളുകൾ സെറ്റിൽ ചെയ്ത് അങ്ങനത്തെ ഒരു ഏരിയ അല്ല അത്. കാരണം അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് അതിന് സ്യൂട്ടബിൾ അല്ല. അതേപോലെ തന്നെ അവിടുത്തെ ആ ഒരു ലാൻഡും അതിന് സ്യൂട്ടബിൾ അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റേഞ്ച് ഹിമാദ്രി അല്ലെങ്കിൽ ദ ഗ്രേറ്റർ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിമാചൽ അല്ലെങ്കിൽ ദ ലോവർ ഹിമാലയാസ് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. ഈ ഹിമാദ്രിയുടെ സദേൺ പോർഷനിൽ, ഹിമാദ്രിയാണ് നോർത്തേൺ സൈഡിൽ വരുന്നത്, അതിൻ്റെ സദേൺ പോർഷനിൽ വരുന്ന ഒരു റേഞ്ചാണ് ഈ ഹിമാചൽ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. അധികം ഹിമാദ്രിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് അത്ര തണുപ്പില്ല ഈ ഹിമാചൽ എന്ന് പറയുന്ന പ്ലേസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇവിടെ സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നല്ല പോലെ ബയോഡൈവേഴ്സിറ്റി ഉള്ളൊരു പ്ലേസാണ് ഇത്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നല്ല പോലെ പ്ലാന്റ്സിനും ആനിമൽസിനും അങ്ങനെ ഒരുപാട് സ്പീഷീസിനും ഒരുപാട് ലൈഫ് ഫോംസിന് ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒത്തിരി ബയോഡൈവേഴ്സിറ്റി ഉള്ള അല്ലെ ഒരുപാട് റിച്ച് ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു പ്ലേസാണിത്. പിന്നെ നമ്മൾ മനുഷ്യർക്കും അവിടെ താമസിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ സെറ്റിൽ ചെയ്ത് ജീവിക്കുന്നുമുണ്ട്. പിന്നെ ഇവിടുത്തെ പോപ്പുലർ ഹിൽ സ്റ്റേഷൻസ്, ഓഫ് കോഴ്സ് ഈ പ്ലേസസ് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം അവിടെ ജനവാസമുള്ള സ്ഥലങ്ങളാണെന്ന് അല്ലേ. നൈനിറ്റാൾ, ഡാർജിലിംഗ്, ഷിംല, മസൂറി എന്നീ പ്രദേശങ്ങളൊക്കെ ഈ ഒരു പ്ലേസിലാണ് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ്, ഹിമാചൽ എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹിമാചൽ റേഞ്ച്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ശിവാലിക് ഹിൽസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ദ ഔട്ടർ ഹിമാലയാസ് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. ഈ ഹിമാദ്രിയുടെ സദേൺ പോർഷനിലാണ് ഹിമാചൽ വരുന്നത്. ഹിമാചലിൻ്റെയും സദേൺ പോർഷനിലാണ് ശിവാലിക് ഹിൽസ് വരുന്നത്. അപ്പോൾ അപ്പോഴത്തേക്കിന് ടുവേർഡ്സ് എൻഡായി അല്ലേ, തീർന്നു. അതാണ് ഇതിനെ ഔട്ടർ ഹിമാലയ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള റേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള റേഞ്ചും ഈ ശിവാലിക് ഹിൽസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ റോളിംഗ് ഹിൽസ് ഉണ്ടെന്നും ഡെൻസ് ഫോറസ്റ്റ് ഉണ്ടെന്നുമാണ് പറയുന്നത്. റോളിംഗ് ഹിൽസ് എന്ന് പറഞ്ഞാൽ നല്ല സ്ലോപ്പാണ്, പിന്നെ അത്ര മൗണ്ടൈനിയസും വരുന്നില്ല. അതായത് കുറച്ച് ലോ ആയിട്ടുള്ള ഹിൽസ് വരുന്നു, പിന്നെ നന്നായിട്ട് റേസ് ആവുന്നു, പിന്നെയും അത് ലോ ആവുന്നു, പിന്നെയും അത് റേസ് ആവുന്നു, അങ്ങനെ കുറേ ഹിൽസ് വരുന്നു. അപ്പോൾ അതത്ര ഫ്ലാറ്റുമല്ല, അത്ര മൗണ്ടൈനിയസുമല്ല. അതിനെയാണ് ഈ റോളിംഗ് ഹിൽസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് റോളിംഗ് ഹിൽസും പിന്നെ ഡെൻസ് ഫോറസ്റ്റും ഈ ഒരു പ്ലേസിൽ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇത് വൈൽഡ് ലൈഫിനെയും ഹ്യൂമൻ സെറ്റിൽമെൻറ്റിനെയും ഒരുപാട് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റീജിയൻ കൂടിയാണ്. പിന്നെ ഇവിടുത്തെ പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹിമാലയത്തിൽ നിന്ന് ഗംഗാറ്റിക് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നോർത്തേൺ പ്ലെയിൻസിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു പ്ലേസ് കൂടിയാണ് ശിവാലിക് ഹിൽസ് എന്ന് പറയുന്നത്. ഹിമാലയ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം
നല്ല തണുപ്പുള്ള മൗണ്ടേനിയസ് ആയിട്ടുള്ള ഏരിയ ആണ്. നെക്സ്റ്റ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് വരുമ്പോഴത്തേക്കിന് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ താമസിക്കുന്ന ധാരാളം റിവേഴ്സൊക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ്റെ ഇൻ ബിറ്റ്വീൻ ഹിമാലയ ടു നോർത്തേൺ പ്ലെയിൻസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആ ഒരു ട്രാൻസിഷനിൽ വരുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഈ ശിവാലിക് ഹിൽസ്. അപ്പോൾ ഇതാണ് ഹിമാലയാസിൻ്റെ 3 റേഞ്ചസ്, 3 മെയിൻ റേഞ്ചസ്, ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക് ഹിൽസ്. ഇനി ഇവിടെ ഡോൺ മിസ് ഔട്ടിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രദേശത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹൗസസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള വുഡും സ്റ്റോണും ഒക്കെ വെച്ചിട്ടാണ് അവരത് നിർമ്മിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കാട്ട്കുനി എന്നാണ്. കാട്ട്കുനി എന്ന പേരുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഹൗസസ് നമുക്ക് ഈ പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അവിടുത്തെ സ്റ്റോൺസ് വുഡൊക്കെ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അത്രയും ഹാഷായിട്ടുള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പുള്ള സ്ഥലമാണ് അല്ലേ. അപ്പോൾ ആ തണുപ്പിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഹൗസ്, ഈ ട്രഡീഷണൽ ഹൗസ് അവരെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എർത്ത് കേക്ക് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ഡാമേജസിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങളും ഈ ഹൗസിന് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ 2 അഡ്വാൻറ്റേജാണ് ആക്ച്വലി ഈ ട്രഡീഷണൽ ഹൗസസ് കാരണം ഉള്ളത്. അതിൻ്റെ പേര് കാട്ട്കുനി എന്നാണ് കേട്ടോ. ഇവിടെ മാത്രമാണ്, ഈ ഹിമാലയൻ റീജിയനിലാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അവരുടെ ട്രഡീഷണൽ ഹൗസ് ആണെന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദ കോൾഡ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ. അതെന്താ ഡെസേർട്ടും കോൾഡും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല അങ്ങനെ തോന്നുന്നുണ്ട് അല്ലേ? സത്യം പറഞ്ഞാൽ ഹോട്ട് ഡെസേർട്ടുമുണ്ട്, കോൾഡ് ഡെസേർട്ടുമുണ്ട്. ഈ ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് വരുന്ന പ്രദേശങ്ങളെയാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. അത് ഹോട്ടായിട്ട് നല്ല ചൂടുള്ള പ്രദേശവും ആയിരിക്കാം, ഈ ഇതേപോലെ മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന അങ്ങനത്തെ ഒരു ഡ്രൈ ആയിട്ടുള്ള പ്രദേശവും ആയിരിക്കാം. അപ്പോൾ ഇത് രണ്ടും, ഹോട്ട് ഡെസേർട്ടുമുണ്ട് കോൾഡ് ഡെസേർട്ടുമുണ്ട്. ലക്ലി നമ്മുടെ ഇന്ത്യയിൽ ഇത് രണ്ടുമുണ്ട് അല്ലേ. കോൾഡ് ഡെസേർട്ടും ഉണ്ട്, ഹോട്ട് ഡെസേർട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള കോൾഡ് ഡെസേർട്ട് ഏതാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പം ഫസ്റ്റ് അവർ ഇത് തന്നെയാണ് പറയുന്നത്, ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ചൂടുള്ള സ്ഥലമെന്നാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. പക്ഷേ ഇന്ത്യയിലെ കോൾഡ് ഡെസേർട്ട് അത് ലഡാക്കാണ് കേട്ടോ. ലഡാക്കാണ് ഈ കോൾഡ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വിൻ്റർ സീസണൊക്കെ ആകുമ്പോഴത്തേക്കിനും -30 ഡിഗ്രി സെൽഷ്യസ് വരെ പോകും കേട്ടോ. അത്ര ലോ ടെമ്പറേച്ചർ വരെ പോകുന്ന ഒരു പ്ലേസാണ് ഈ ലഡാക്ക് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വളരെ കുറച്ച് റെയിൻഫോൾ മാത്രമേ ഇവിടെയുള്ളൂ. പിന്നെ റഗ്ഡ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ് ഇവിടെയുള്ളത്, വളരെ പരുക്കനായിട്ടുള്ള ഒരു ടോപ്പോഗ്രഫിയാണ് ഇവിടെ വരുന്നത്. പിന്നെ റോക്കി ടെറൈൻസ് ഉണ്ട്, ഡീപ്പ് വാലീസ് ഉണ്ട്, ലേക്സ് ഉണ്ട്. അതായത് പാങ്കോങ് സോ എന്നൊക്കെ പേരുള്ള കുറേ ലേക്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ലേക്കുകളും വാലീസും ടെറൈൻ, റോക്കി ടെറൈനും ഒക്കെ കൂടെ ചേർന്ന ഒരു പ്ലേസാണ് ലഡാക്ക്. പിന്നെ ലഡാക്കിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പ്രദേശങ്ങളും മൂണുമായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. അതായത് മൂണിൻ്റെ ഇമേജസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, എന്തൊക്കെയോ പരിക്കനായിട്ട് കുണ്ടും കുഴിയൊക്കെ അങ്ങനത്തെ പോലത്തെ പ്രദേശങ്ങളല്ലേ. അപ്പോൾ അതേപോലെ തന്നെ അങ്ങനത്തെ പരിക്കനായിട്ടുള്ള പ്രദേശങ്ങളാണ് ഈ ലഡാക്കിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മൂണുമായിട്ട് സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് ഇതിനെ മൂൺ ലാൻഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ജിയോളജിസ്റ്റ് ഈ ഒരു ടെറൈൻ്റെ അല്ലെങ്കിൽ ഈ ലഡാക്കിൻ്റെ ഫോർമേഷനും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ഹിമാലയാസ് എങ്ങനെയാണ് ഡെവലപ്പ് ആയതെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഇന്ത്യൻ ലാൻഡ് മാസ് വന്ന് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഈ പ്രദേശം ആയിരുന്നെന്നും പിന്നീട് അത് മാറി ഈ ലഡാക്കായി മാറുകയായിരുന്നു എന്നാണ് ജിയോളജിസ്റ്റ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കാണപ്പെടുന്ന റോക്സൊക്കെ സാൻഡ് കൊണ്ടും ക്ലേ കൊണ്ടും ഒക്കെ ഡെവലപ്ഡ് ആയിരിക്കുന്ന റോക്സ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അതായത് പണ്ട് ഇത് ആയിരുന്നു, പിന്നീട് മാറി ഇങ്ങനൊരു പ്രദേശമായിട്ട്, ആ ഒരു കൊളീഷന് ശേഷം ഇങ്ങനൊരു പ്രദേശമായി മാറി എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഫോട്ടോഗ്രാഫിൽ നോക്കുമ്പോഴത്തേക്ക് നല്ല കൂർത്തിരിക്കുന്ന പോലത്തെ മലനിരകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ വിൻഡും റെയിനും ഒക്കെ കാരണം ഇറോഷൻ ഉണ്ടാവുകയും അങ്ങനെ ഒരു പോർഷൻ ഇങ്ങനെ ഇറോഡായി പോയി ആ ഒരു ഷേപ്പിൽ ഇന്ന് ഈ കാണുന്ന ആ ഒരു ഇമേജിൽ കാണുന്ന പോലെ ആ ഒരു ഷേപ്പിൽ വന്നിരിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അതായത് വിൻഡും റെയിനും കാരണം ഉണ്ടാകുന്ന ഇറോഷൻ കാരണമാണ് ഈ ഒരു ഷേപ്പ് വരുന്നത്.
പിന്നെ ഇത്രയധികം ഹാഷായിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ -30 എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അത്രയും ഹാഷായിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ ആണെങ്കിൽ പോലും ധാരാളം ആനിമൽസ് ഇവിടെ കാണാറുണ്ട്. അതായത് കോൾഡ് റീജിയനിൽ ജീവിക്കാൻ പറ്റുന്ന പോലത്തെ ആനിമൽസ് ഇവിടെ കാണപ്പെടാറുണ്ട്. പിന്നെ ആളുകളും മനുഷ്യരും അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ലഡാക്കി പീപ്പിൾ എന്നാണ് അവരെ അറിയപ്പെടുന്ന പോലും, ലഡാക്കി ആളുകൾ. പിന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടെയാണ് അല്ലേ, എല്ലാവർക്കും ഒന്ന് പോയി കാണാൻ ആഗ്രഹമുള്ള സ്ഥലമാണത്. പിന്നെ സ്പിരിച്വാലിറ്റീനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലേസ് കൂടിയാണ്. ധാരാളം മൊണസ്ട്രീസ്, മഠങ്ങളൊക്കെ അവിടെയുണ്ട്. പിന്നെ ഒരുപാട് ഫെസ്റ്റിവൽസ്, വളരെ കളർഫുൾ ആയിട്ടുള്ള അവരുടേത് തന്നെ ആയിട്ടുള്ള കുറേ ഫെസ്റ്റിവൽസും അവിടെയുണ്ട്. അതാണ് ലോസാർ, ഹെമീസ്, അങ്ങനെയുള്ള കുറച്ച് ഫെസ്റ്റിവൽസും ഈ ലഡാക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റിമൈനിങ് പോർഷൻസിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.